കേരളത്തിലെ ജനങ്ങൾക്ക് വർഷങ്ങളായി തന്നെ ഉപദേശവും അതോടൊപ്പം തന്നെ അവരുടെ പുതിയ പുതിയ അറിവുകളും പകർന്നു കൊടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ യുവ നേതാവാണ് ചിന്ത. നമുക്കറിയാവുന്നതാണ്, ഈ ഒരു വളരെ പ്രസിദ്ധമായ ഒരു പ്രസംഗം തന്നെയുണ്ട് ജിമിക്കി കമ്മലുമായി ബന്ധപ്പെട്ട്. പക്ഷെ അങ്ങനെ ഉപദേശം കൊടുക്കുകയും മറ്റൊരു ഭാഗത്ത് ഒരു സമരത്തിന് ഇറങ്ങുമ്പോൾ പച്ചത്തെറി വിളിക്കുകയും ചെയ്യുന്നതാണോ ഇവരുടെ രീതി? ഈ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അസുഖകരമായ ഒരു സംഭവം, അതായത് KSU പ്രവർത്തകർ അവരുടെ കഴുത്തിനെ പിടിച്ച് ഞെരിച്ചു എന്നൊക്കെയാണ് MV ഗോവിന്ദൻ പറയുന്നത്. ആ അടിസ്ഥാനത്തിൽ അവരിപ്പോൾ ആശുപത്രി ചികിത്സയിലാണ്. വലിയ എന്തോ ഗുരുതരമായ പിരക്ക് പറ്റി എന്നൊക്കെയാണ് CPMൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രചരണം. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ കേരളത്തിൽ അങ്ങോളം വലിയ തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിച്ചു. അത് പ്രധാനമായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസുകൾ അടിച്ചു തീർക്കുക, അവരുടെ പ്രചരണ ബോർഡുകൾ നശിപ്പിക്കുക, പിന്നെ കൈ കിട്ടിയവരെയൊക്കെ തല്ലുക എന്നുള്ള തരത്തിൽ കഴിഞ്ഞ ദിവസം മൊത്തം ഗുണ്ടായ സമയം, കേരളത്തിലെ അങ്ങോളം ഗുണ്ടായ സമയം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞാൽ കരിക്കൊടി കാണിക്കാൻ 3-4 KSU പ്രവർത്തകർ പോയി. ആ ദൃശ്യങ്ങളെല്ലാവരും കണ്ടാണ്. ദൃശ്യത്തിലൊന്നും ഇവരുടെ അടുത്ത് പോകാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു. 30 പോലീസുകാർ അവരുടെ ചുറ്റുമുണ്ടായിരുന്നു. പക്ഷെ മറിച്ച് ഈ സ്ത്രീ ആക്രോശിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് ഇവരെ കൈകാര്യം ചെയ്യാനായിട്ട് മന്ത്രി കൊച്ചമ്മ ആവേശം കാണിച്ച് പോകുന്നതാണ് ദൃശ്യങ്ങളുണ്ടായിരുന്നത്. ഒരു പക്ഷേ ഈ ആവേശം കാണിച്ച്, ഈ ആക്രോശം കാണിച്ച് ഇവരെ നേരിടാൻ പോയ സമയത്ത് കഴുത്ത് ഉളിക്കതാവാനാണ് സാധ്യത എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഈ അനങ്ങാതിരുന്ന് നമ്മൾ കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാൽ, പെട്ടെന്ന് ചാടിക്കയറുന്നതും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉളുക്ക് വീഴാനുള്ള സാധ്യത. അപ്പോൾ കഴുത്തുളുക്കാണ് സംഭവിച്ചത്. പക്ഷെ അതിനെ അവർ പാർട്ടിയാണല്ലോ, അവർ അതിവിദഗ്ധമായിട്ട് അതിനെ ഒരു ആക്രമണമാക്കി മാറ്റുകയും അതിൻ്റെ പേരിൽ കോൺഗ്രസിൻ്റെ ഓഫീസിൽ അടിച്ചതും ചെയ്തു. മാത്രമല്ല, ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും CPMൻ്റെ ഉന്നത നേതാക്കളടക്കം PB അംഗങ്ങളടക്കം പങ്കെടുക്കുന്ന വലിയ പ്രകടനങ്ങൾ എല്ലാ സ്ഥലത്തും നടന്നു. അതിലൊന്നായിരുന്നു കൊല്ലത്ത് നടന്ന പ്രകടനം. അതിൽ പഴയ യുവജന കമ്മീഷൻ്റെ അധ്യക്ഷയായിരുന്ന ചിന്താ ജെറോമായിരുന്നു ജാഥ നയിച്ചിരുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞാൽ പ്രതിഷേധിക്കും. അവർ ജാഥ നടത്തും, ജാഥയിൽ മുദ്രാവാക്യം വിളിക്കും. ചിലപ്പോൾ മുദ്രാവാക്യം പറഞ്ഞതുപോലെ അതിരുവിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഈ സംസ്കാര വിരുദ്ധമായിട്ട് ഒരു സ്ത്രീ തന്നെ ഇതിനാവേശം കൊണ്ട് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. ആ മുദ്രാവാക്യം വിളി എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ പറയാൻ മടിയാണ്. എന്നിരുന്നാൽ പോലും പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കാൻ അറിയാത്തവരത് അറിയണം. കാരണം ഇതാണ് അവരുടെ യഥാർത്ഥ രൂപം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അച്ഛനില്ലാ നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ എന്നായിരുന്നു മുദ്രാവാക്യം. ഇത് ആവർത്തിച്ച് വിളിച്ച് ചിന്താ ജെറോ സമരത്തെ നയിക്കുന്നതാണ് കണ്ടത്. ഇത് ഈ പറഞ്ഞതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂഷണമാണോ? പ്രത്യേകിച്ചും യുവജനങ്ങളെ നന്നാക്കാനായിട്ടുണ്ടാക്കിയ യുവജന കമ്മീഷൻ്റെ അധ്യക്ഷയായിരുന്ന ഒരു സ്ത്രീയാണിവർ. അപ്പോൾ ഇവരുടെ സംസ്കാരത്തിന് തരത്താണോ എന്ന് ഇന്നലെ ഈ മുദ്രാവാക്യം കേട്ടവരും പിന്നീട് അത് വീഡിയോ കണ്ടവരും ഒക്കെ സംശയിക്കുകയാണ്. ഇതാണ് ശരാശരി ഒരു കമ്മ്യൂണിസ്റ്റ്. അവർ അവകാശപ്പെടുന്ന പുരോഗമന ചിന്തയാണ് അവരുടെ കരുത്തെന്നാണ്. അല്ല, പുരോഗമന ചിന്ത എന്ന് പറയുന്നത് ഇത്തരത്തിൽ അതപ്പതിക്കാൻ പോകണം. അതോ കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയാണോ? അച്ഛനില്ലാ നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ എന്നൊക്കെ ഈ KSU പ്രവർത്തകരെ വിളിക്കാനായിട്ട് ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? അപ്പോൾ ഇവരെല്ലാം ഈ പറഞ്ഞ ഇവരുന്നത കുലജാതരാണോ? ഇവർ പട്ടികളാണെങ്കിൽ ഉന്നത കുലജാതരാണോ? അതോ കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയാണോ ഇത്തരത്തിലുള്ള പ്രചരണം സൃഷ്ടിക്കുക എന്ന് പറയുന്നത്? അപ്പോൾ അത് ഒരിക്കലും സാംസ്കാരിക കേരളത്തിന് യോജിച്ചതല്ല. ഇവരെപ്പോഴും പറയാറില്ല, ഞങ്ങൾ പ്രബുദ്ധരാണ്, ഞങ്ങളാണ് കേരളത്തെ ഈ പറഞ്ഞ ഉന്നമനത്തിൽ എത്തിച്ചത് എന്നൊക്കെ അവകാശപ്പെടുന്നത്. ഈ ചിന്ത തന്നെ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ അവർ ഇത്തരത്തിലുള്ള ഏറ്റവും നെറുകെട്ട രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല, ആ മന്ത്രിക്ക് ഒരു ചെറിയ പരിക്കുപോലും ഉണ്ടായില്ല, എന്നിട്ട് ഇത്തരത്തിലുള്ള മുദ്രാവാക്യം, പ്രകോപന മുദ്രാവാക്യം നമ്മൾ എവിടെയും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കൊല്ലും വെട്ടും എന്നൊക്കെ പറഞ്ഞാൽ പ്രകോപനപരമായിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള അധമമായ രീതിയിൽ അവഹേളിക്കുന്ന, സ്ത്രീകളെ അവഹസിക്കുന്ന, അപ്പോൾ ഇവരുടെ അമ്മമാരും എന്ന് പറയുന്നത് സ്ത്രീകളല്ലേ, ഇവർ സ്ത്രീകളെ വലുതായിട്ട് ബഹുമാനിക്കുന്നു എന്നാണല്ലോ ഇവരുടെ ഒരു പ്രചാരണം. സ്ത്രീകൾ നമുക്ക് അമ്മയാണ്, സഹോദരിയാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊക്കെ ഒരു നാഴിക നാപ്പട്ടം പറയാറുണ്ട്. ആ പറഞ്ഞ സ്ത്രീയാണ്
ഇന്നലെ കേരളത്തിലെ ഈ പറഞ്ഞതുപോലെ പിന്നെ KSUക്കാരുടെ അമ്മമാരെ ഈ രീതിയിൽ അപമാനിച്ച് സംസാരിച്ചത്. സത്യം പറഞ്ഞവർക്കേറെ കേസെടുത്തവരെ തുറുക്കിലടയ്ക്കേണ്ടതാണ്. ഇതാണ് പിന്നെ യുവജന സംസ്കാരം. ആരുടെ? CPMൻ്റെ, DYFIയുടെയും അല്ലെങ്കിൽ SFIയും മുന്നോട്ട് വയ്ക്കുന്ന പിന്നെ സംസ്കാരം എന്ന് പറയുന്നത്. ഈ സംസ്കാരത്തിൽ കൂടെയാണ് ഇപ്പോൾ കേരളം അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നുള്ള വാസ്തവം. അല്ലെ, ഇത്തരം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ തന്നെ കേരളത്തെ ഒരു സംഘർഷത്തിലേക്ക് കടത്തിവിടാനാണോ ഈ CPMൻ്റെ ശ്രമം? അതാണ് അവർ ശരിക്കും ഉദ്ദേശിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യ മേഖല ആകെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഓരോ ദിവസം ഓരോരോ പിന്നെ ഈ വീഴ്ചകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് തൃശ്ശൂരിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ മുട്ടുവേദനയായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അദ്ദേഹത്തിന് 2 കൃഷ്ണമണിയും ഇവർ സർജറി തീർത്ത് കളഞ്ഞു. ഇതെന്ത് തരം ചികിത്സാ പദ്ധതിയാണ് കേരളത്തിൽ നടക്കുന്നത്? എവിടെയെല്ലാം ഇങ്ങനെയുള്ള ഈ ചികിത്സാ പിഴവരണം മരണം സംഭവിച്ചു. പലർക്കും അവരുടെ ഒരു കുഴപ്പമില്ലാത്ത അവയവങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിൽ ആകെ നാണം കെട്ട് നിൽക്കുന്ന ആരോഗ്യമന്ത്രിക്ക് പിന്നെ സംസ്ഥാന സർക്കാരിന് മുഖം രക്ഷിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അതിനിടയിൽ കിട്ടിയ ഒരു ചെറിയ ആയുധമാണ് ഈ പറഞ്ഞ പോലെ അവർ ആക്രമിച്ചു എന്നുള്ളത്. മാത്രമല്ല, ഈ ദൃശ്യങ്ങളിൽ ഈ പറഞ്ഞ ഒരു സ്കഫിൾ ഉണ്ടായതിനു ശേഷം ഇവർ കൈയും കെട്ടിയെന്ന് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടാണ്. എന്നിട്ടാണ് ഈ ഷംസീറിനെ ഫോൺ ചെയ്യുന്നത്, ഷംസീർ നിർദ്ദേശം കൊടുക്കുന്നത്, ഇങ്ങനെ അഭിനയിച്ചോളൂ എന്ന് പറയും. പിന്നെ മുഖ്യമന്ത്രി ഇതിൽ ഇടപെടുകയും. അപ്പോൾ മൊത്തത്തിൽ ഒരു നാടകം ഇവർ രചിക്കുകയായിരുന്നു. ആ നാടകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ICUവിൽ പോയി അഡ്മിറ്റ് ചെയ്യുകയും അവിടെ വലിയ ചികിത്സയാണ്, വലിയ കുഴപ്പമാണ്, പിന്നെ അവിടെ മെഡിക്കൽ കമ്മീഷൻ റിപ്പോർട്ട് എന്തെല്ലാം അട്ടഹാസങ്ങളാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ഒരു പ്രശ്നം പറ്റിയ ഇതുപോലെ സജീവമായി ആരോഗ്യരംഗത്ത് വേർതിരിക്കുമോ? അല്ല, അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ടല്ലോ. കാരണം ഈ വിഷയത്തിൽ നിന്ന് പുറത്തു വരാൻ CPMന് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായി നിന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അത് മാറ്റിയെടുക്കാൻ അവർക്ക് അതവർ തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും അത് മാറില്ല. കാരണം കേരളത്തിൽ ജനങ്ങൾ അത്ര ഈ പറഞ്ഞതുപോലെ ബോധമില്ലാത്തവരൊന്നുമല്ല. ഇവർ ഇതിൽ കൂടെ അവർ കൂടുതൽ നാറുകയാണ് ചെയ്തത് ഈ ഒരൊറ്റ വിഷയത്തിൽ കൂടി. കാര്യം ഈ സ്ത്രീ നാടകം കളിക്കുകയാണ് എന്നുള്ളത് നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടു. ഇവർക്കൊരു ചെറിയൊരു ഉളുക്ക് പറ്റിയപ്പോഴത്തെ ഇതാണ് അവസ്ഥ. പക്ഷേ ഓരോരുത്തരുടെ രോഗികളുടെ പിന്നെ കൈയും കാലും മുറിച്ചു മാറ്റുകയും അവരെ കൃഷ്ണമണി വരെ എടുത്ത് കളയുകയും ചെയ്യുന്ന വളരെ വൃത്തികെട്ട ഒരു ചികിത്സാ രീതി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ആശുപത്രികളിൽ മരുന്നില്ല. ഇങ്ങനെയുള്ള ഈ ആരോഗ്യരംഗത്തെ ആകെ തകർത്ത ഒരു സാഹചര്യത്തിലാണ് ഈ വീണ ജോർജ് പിന്നെ കാലാവധി തീരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നാടകം കളിയുന്നത്. ഈ നാടകത്തിൽ കൂടെ അവർ കൂടുതൽ അവസരമാണ് ചെയ്തത്. അവർക്ക് ഈ പറഞ്ഞ ജനങ്ങളുടെ ഒരു മമതയും ഇക്കാര്യത്തിൽ കിട്ടിയിട്ടില്ല. അത് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കി നമുക്ക് മനസ്സിലാവും. ആളുകൾ ഈ ഇവരെ ചികിത്സിക്കുന്ന നഴ്സ് തന്നെ ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ആ വീഡിയോ ദൃശ്യങ്ങളിൽ. കാരണം അവർ വലിയ അഭിനയമാണ്. അപ്പോൾ ഈ അഭിനയം കൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതേ അഭിനയം നടത്തി ഒരു പിന്നെ വീണ ജോർജ് ആശുപത്രി കിടക്കുമ്പോൾ മറ്റൊരു വനിത റോഡിൽ ഇറങ്ങി ഈ പറഞ്ഞതുപോലെ തന്തയ്ക്ക് വിളിക്കുന്ന തരത്തിലേക്ക് മുദ്രാവാക്യം വിളിച്ചു പോകുന്നത്. ഇതാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത്. ഈ സംസ്കാരശൂന്യരായ ആളുകളെ ഈ കേരളത്തിൻ്റെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് വാസ്തവം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർക്ക് കൃത്യമായി ക്യാപ്സ്യൂളുകളുമായി ഇത്തരം ജയിക്ക് പിന്നതായി സൂചിപ്പിച്ച ഈ സ്ത്രീ അടക്കമുള്ളവർ രംഗത്തെത്തുന്ന ഇപ്പോൾ പതിവായിരിക്കുന്നുണ്ടല്ലോ. ഇന്നലെ തന്നെ ചിന്ത ക്യാപ്സ്യൂലായിട്ട് രംഗത്ത് വന്നു. ഇത് പിന്നെ വലിയ വിഷയമായി സോഷ്യൽ മീഡിയ ചർച്ച ആയപ്പോഴത്തേക്ക് ക്യാപ്സ്യൂലായിട്ട് ചിന്ത തന്നെ വന്നു. എന്ന് പറഞ്ഞതെന്ന് പറയും, വളരെ രസകരമാണ്. അത് ആവേശത്തിൽ വിളിച്ചു പോയതാണ്. അപ്പോൾ ആവേശത്തിൽ വീട്ടിൽ ഇത്തരത്തിൽ വൃത്തികൾ കാണിക്കും. അപ്പോൾ ആവേശം എന്ന് കഴിഞ്ഞാൽ എന്ത് തെണ്ടിത്തരം കാണിക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇവരിത്തി വിവേകമുള്ളൊരു സ്ത്രീയല്ലേ, പോട്ടെ, സാധാരണ അണികൾ വിളിച്ചു ചോദിക്കുന്നത് നമുക്ക് സമ്മതിക്കാം. പക്ഷേ ഇവർ വിവേകമുള്ള ഒരാളും പിന്നെ പാർട്ടിയുടെ നേതാവും അതോടൊപ്പം യുവജന കമ്മീഷൻ്റെ അധ്യക്ഷമായിട്ട് കഴിയുന്ന ഒരാളാണ്. അവരൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, തിരുത്തല്ലേ വേണ്ടത്. അങ്ങനെ അണികൾ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പാടില്ല, ഇത് തിരുത്തല്ലേ വേണ്ടത്. ആ തിരുത്തലിന് പോലെ ആ മുദ്രാവാക്യം കൂടുതൽ ഉച്ചത്തിൽ ഏറ്റുവിളിച്ച സ്ത്രീ ഇന്നലെ വന്നിരുന്ന് വൃത്തികെട്ട ക്യാപ്ഷൻ പറയാൻ. ഇതാണ് കേരളത്തിൻ്റെ സംസ്കാരം. എവിടെയെങ്കിലുമൊക്കെ ഈ പറഞ്ഞാൽ ഇത്തരം ആളുകൾ മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇനിയെങ്കിലും സാംസ്കാരിക ബോധമുള്ള ആളുകൾ പ്രത്യേകിച്ചും CPMനകത്ത് ഉണ്ട് എങ്കിൽ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുകയും ഇവരെയൊക്കെ ഈ പറഞ്ഞ പോലെ പൊതുജീവിതത്തിന് അകറ്റിർത്തുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.